ഓമല്ലൂരിലെ എലോഹിം വർഷിപ്പ് സെന്ററിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ പ്രാർത്ഥനാലയത്തിലെ പാസ്റ്റർ പ്രിൻസ് എന്നയാൾക്കെതിരെയാണ് ആരോപണം. ബിനുവിന്റെ സഹായിയായ പാസ്റ്റർ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചുവെന്ന് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. പ്രിൻസിനെതിരെ പോലീസിൽ പരാതി നൽകിയെന്നും ജനം ടിവിയുടെ പ്രതികരണം. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ 12,000 രൂപ തരണം എന്ന് പറഞ്ഞ്, അത്രയ്ക്ക് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഗുരുതരവാ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മാല കൊണ്ട് പണയം വെച്ചിട്ട് പൈസ കൊണ്ട് കൊടുത്തു. പൈസ കൊണ്ട് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് നമ്മള് കഴിക്കാനും ഒക്കെ ബേക്കറിയൊക്കെ വരുത്തി കൊടുത്തു. പിന്നെ അത്താഴ ഊണും കഴിഞ്ഞ് 12 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോയി. പിന്നെ പൈസ മേടിച്ചുകൊണ്ട് പോയതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത് വൃത്തികേട് പറയുക, കല്യാണം കഴിക്കാതെ നിൽക്കുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുക. പിന്നെ പല പ്രാവശ്യം നമ്മളെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ സീരിയസ് ആണ്, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് പിന്നെയും പൈസ ചോദിച്ചു. പക്ഷെ പിന്നെ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു, കൊല്ലം ചാത്തന്നൂർ എങ്ങാണ്ട് വീടെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും വരുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നമ്മളങ്ങനൊന്നും വൈകിട്ട് നടക്കുന്നതല്ല. പിന്നെ അന്ന് എന്റെ വീട്ടിലോട്ട് വിളിപ്പിച്ചെന്ന് വെച്ചാൽ എന്റെ സഹോദരി പുറത്താണ്. സഹോദരി മോളും വന്നിട്ടുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാരും ഉള്ളപ്പോ വിളിപ്പിച്ചതാ. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ഈ വിവാദ സ്ഥാപനത്തിനെതിരെയും അതിലെ ആൾക്കാർക്കെതിരെയും ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വിശദാംശങ്ങൾ തന്നെയാണ് പുറം ലോകത്ത് എത്തുന്നത്. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ എന്താണ്? ഗോകുൽ, കേൾക്കാമോ? ഈ വീട്ടമ്മ വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏത് തരത്തിലാണ്? ഹലോ, വർഷിപ്പ് സെന്ററിനെതിരെ ഓരോ ദിവസവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള പരാതിയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ നമ്മൾ ജനം ടിവിയോട് ഒരു വീട്ടമ്മയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ആ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമം വരെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ആ വീട്ടമ്മ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ എലോഹിം വർഷിപ്പ് സെന്ററിൽ, അതായത് ബിനു പാസ്റ്ററുടെ പ്രാർത്ഥനയ്ക്ക് എത്തിയതാണ് ഈ വീട്ടമ്മ. അവർ ബാംഗ്ലൂരിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡാണ്. അവർ ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയതാണ്. ആ എത്തിയ വേളയിലാണ് ഈ പാസ്റ്ററുടെ, ബിനു പാസ്റ്ററുടെ സഹായിയായിട്ടുള്ള മറ്റൊരു പാസ്റ്റർ, അയാളുടെ പേര് പ്രിൻസ് എന്നാണ് പറയുന്നത്, അയാൾ ഈ രീതിയിൽ തന്നെ സമീപിക്കുകയും തൻ്റെ വീട്ടിൽ കുറേ ദോഷങ്ങളുണ്ട്, അതൊക്കെ വീട്ടിൽ വന്ന് പ്രാർത്ഥന നടത്തി മാറ്റിത്തരാമെന്ന് അവരോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇത്തരത്തിൽ അതിൽ വിശ്വസിച്ച് ഇവർ വീട്ടിലേക്ക് അയാളെ വിളിച്ചു വരുത്തുകയും തുടർന്ന് വീട്ടിലെത്തി ഈ രീതിയിൽ പ്രാർത്ഥന നടത്തുന്നതിന് 18,000 രൂപയോളം പലതവണയായിട്ട് ഇവരിൽ നിന്നും ഇയാൾ വാങ്ങിച്ചെടുക്കുകയും അതുമാത്രമല്ല അതിനുശേഷം ഇവരെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ് ഈ വീട്ടമ്മ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഈ വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഇയാളുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. തുടർന്ന് പിന്നീട് ഫോണിൽ പലതവണ ഈ രീതിയിൽ വിളിച്ച് ഇത്തരത്തിലുള്ള അശ്ലീലകരമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുകയും ലൈംഗിക ബന്ധനത്തിന് തുടരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വീട്ടമ്മ വെളിപ്പെടുത്തലായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസ് എന്ന് പറയുന്ന ആ പാസ്റ്റർക്കെതിരെയാണ് ഈ രീതിയിലൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ കൊല്ലം റൂറൽ എസ്.പിക്ക് ഈ വീട്ടമ്മ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ആ വീട്ടമ്മ പറയുന്നത്. അതായത് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കൊല്ലം റൂറൽ എസ്.പിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. പക്ഷേ ഒരു നടപടിയും ഇതുവരെയും ഇയാൾക്കെതിരെ ഉണ്ടാകുന്നില്ല. ആ കേസിൻ്റെ ഒരു അപ്ഡേഷനും തങ്ങളെ അറിയിച്ചിട്ടില്ല പോലീസ് എന്നുള്ളതാണ് ഈ വീട്ടമ്മ എടുത്തു പറയുന്നത്. അതായത് ഈ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ നിരന്തരമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ പല പരാതികളും ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ലൈംഗിക അതിക്രമം അടക്കമുള്ള പരാതികളുണ്ടായിരുന്നു. പെൺവാണിഭം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ നടപടി പോലും ഇയാൾക്കെതിരെ കാലം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്തായാലും അയാളുടെ സഹായിയായിട്ടുള്ള ഈ പാസ്റ്റർ പ്രിൻസും സമാനമായിട്ടുള്ള പോലീസ് സഹായം അയാൾക്കും ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, പരാതി ഒരു വീട്ടമ്മയുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടും ഈ രീതിയിൽ പോലീസ് നിസ്സംഗതാഭാവത്തിൽ തന്നെ തുടരുകയാണ്. അതായത് ഇവരുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് ഈ ബിനു പാസ്റ്റർക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്. അവരുടെ
അവിടെയൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവരുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഈ വഴിവിട്ട ഇടപാടുകളൊക്കെ അതിനൊക്കെ കൂട്ടുനിൽക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരും തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും ഈ ബിനു പാസ്റ്റർക്കെതിരെ മാത്രമല്ല, പാസ്റ്ററുടെ സഹായിയായിട്ടുള്ള മറ്റൊരു പാസ്റ്റർക്കെതിരെയും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഒപ്പം ഈ പ്രിൻസ് എന്ന് പറയുന്ന ആൾക്കെതിരെ മറ്റ് ക്രിമിനൽ കേസുകളും ഗൂഗിൾ അത് തന്നെയാണ്. പാസ്റ്റർ ബിനുവിന്റെ കൂട്ടാളിയായ ഈ പാസ്റ്റർ പ്രിൻസിനെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പരാതി നൽകിയിട്ടും 1 മാസത്തോളമായി ഈ പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പോലീസ് ഇത്തരക്കാരുടെ ഇത്തരം ചെയ്തികൾക്കെതിരെ അങ്ങനെയുള്ള സഹായം തന്നെയാണ്, സഹായ സഹകരണങ്ങൾ തന്നെയാണ് നൽകുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ.